ഹലോ. അപ്പോൾ ഞങ്ങളത് നാട്ടിലേക്ക് പോകാം കേട്ടോ. കുറച്ച് ദിവസത്തേക്കാണ്. പക്ഷേ ഞങ്ങൾ നാട്ടിൽ പോകുന്ന എക്സൈറ്റ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ആമീസിനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് നേരിട്ട് കാണാൻ വേണ്ടി പോവാണ്. ആമീസ് വെക്കേഷൻ തുടങ്ങിയപ്പം പോകാനാണ് കേട്ടോ. അപ്പോൾ കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഫുൾ ഡേ കെയറിൽ പോയി നിൽക്കണം. അപ്പം അങ്ങനെ ആളങ്ങ് ബോറടിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ട് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തി. കറക്റ്റ് ടൈമിനായിരുന്നു കേട്ടോ ട്രെയിന്. 5 മണിക്കാണ് KR പുരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, കുട്ടികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഫുള്ള് നല്ല ബഹളമായിരുന്നു. അങ്ങനെ കയറി ഒന്ന് സെറ്റായി. കാരണം പുറത്തെ ചൂട് ഉള്ളിലത്തെ തണുപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റായി. കുറച്ച് നേരം ഇരുന്ന് പുറത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നു കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടാളും നല്ലോണം ടയേർഡായി. പിന്നെ എഴുന്നേറ്റത് രാവിലെ കഴക്കൂട്ടം എത്താറായപ്പോഴായിരുന്നു. നല്ല പോലെ ഉറങ്ങി. പക്ഷേ വിചാരിച്ചതിൽ നേരത്തെ ട്രെയിനെത്തി. 9:15 റൈറ്റ് ടൈം. പക്ഷേ 8:45 ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. എത്തിയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ രണ്ടാളുടെ എക്സൈറ്റ്മെൻറ്റ് കുറച്ചധികം കൂടി. പിന്നെ എന്നാലും കാത്തിരിക്കണമല്ലോ. പക്ഷേ ഞങ്ങളെ കൂട്ടാനായിട്ട് പാവ ബിരിയാണികൾ കാലി വയ്യെങ്കിലും ഇല്ല കോട്ടയം കൊണ്ടെത്തി. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ആമീസിനെ കാണാൻ വേണ്ടി നേരെ എത്തി. എത്തിയ പാട് ആമീസ് ഓടി വരുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ആമീസിനെ കണ്ട എക്സൈറ്റ്മെൻറ്റ് ഇതെല്ലാം മറന്നുപോയി. അങ്ങനെ ആമീസിൻ്റെ കൊഞ്ചലും കളിയും ചിരിയും ഉമ്മ കൊടുക്കലൊക്കെ ആയിട്ടൊരു ബഹളമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കല്യാണം കൂടാനായിരുന്നു വന്നത്. ഞങ്ങളെ കണ്ടപാട് ആമിക്കുട്ടീൻ്റെ സന്തോഷം കാണണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് സാരമില്ല, വെക്കേഷനെല്ലാം എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ഇടാം. ടാറ്റാ ബൈ.